عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قد أفلح من زكاها وقد خاب من دساها. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇത്രയേറെ ഉമ്മമാരും സഹോദരിമാരും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒത്തുചേരുന്നു എന്നത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ക്ലാസുകൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും അതിലുപരി അവ ഉൾക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനും സർവശക്തനായ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, രഹസ്യത്തിലെ ഞാൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പല ആളുകളെയും പല കാര്യങ്ങൾ കൊണ്ട് വിലയിരുത്താറുണ്ട്. ചില ആളുകളുടെ വസ്ത്രവിധാനം കാണുമ്പോൾ നമ്മൾ പറയും, അവരുടെ ആ വസ്ത്രവിധാനം കണ്ടാൽ തന്നെ അറിയാം ആള് വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ് എന്ന്. ചില ആളുകളുമായി അല്പസമയം സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, അവരോട് അല്പസമയം സംസാരിച്ചപ്പോഴേക്ക് അവരുടെ സ്വഭാവം മനസ്സിലായി, വളരെ നല്ലൊരു സ്ത്രീയാണ് അവർ എന്ന്. ചില സ്ത്രീകൾ ചില സമയങ്ങളിൽ കാണിക്കുന്ന അച്ചടക്കം കാണുമ്പോൾ ചിലരൊക്കെ പറയും, ആ സ്ത്രീയെ കാണുമ്പോൾ തന്നെ, അവരുടെ അച്ചടക്കം കാണുമ്പോൾ തന്നെ അവരൊരു നല്ല സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾ പറയും, അവരുമായി ഞാൻ പല നിലക്ക് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്, സാമ്പത്തിക ഇടപാട് വളരെ കൃത്യമായിട്ട് നിർവഹിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ അവൾ വളരെ നല്ലൊരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്ന്. അതേപോലെ തന്നെ ചില സ്ത്രീകൾ ആരാധനയിൽ കാണിക്കുന്ന നിഷ്ഠ കാണുമ്പോൾ കൃത്യമായി എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലേക്ക് പോകുന്നു, ചിലപ്പോൾ പറ്റുമെങ്കിൽ 5 നേരത്തെ ജമാഅത്തിനും അടുത്ത പള്ളിയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും പള്ളിയിലേക്ക് പോകുന്നു, ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായി പങ്കെടുക്കുന്നു. ഇങ്ങനെ ആരാധനയിലുള്ള നിഷ്ഠ കാണുമ്പോൾ ചില ആളുകളെ കുറിച്ച് നമ്മൾ വിലയിരുത്താറുണ്ട്, അവളൊരു നല്ല സ്ത്രീയാണ് എന്ന്. അതേപോലെ തന്നെ ചില സ്ത്രീകളെ അവരുടെ ജീവിതത്തിൽ അവർ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് കാണുമ്പോൾ നമ്മൾ അവരെ വിലയിരുത്താറുണ്ട്, അവർ നല്ല സ്ത്രീയാണെന്ന്. സത്യത്തിൽ നമ്മളെയും ഇതുപോലെ നമ്മുടെ സംസാരം കണ്ട്, നമ്മുടെ വസ്ത്രവിധാനം ശ്രദ്ധിച്ച്, നമ്മുടെ അച്ചടക്കത്തിലേക്ക് നോക്കി, നമ്മുടെ സാമ്പത്തിക ഇടപാട് ശ്രദ്ധിച്ച്, നമ്മുടെ ആരാധനയിലുള്ള നിഷ്ഠ കണ്ടുകൊണ്ട് പല ആളുകളും നമ്മൾ വളരെ ഉത്തമയായ ഒരു സ്ത്രീയാണ് എന്ന് വിലയിരുത്താറുണ്ടാകും. സ്വാഭാവികമാണല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എല്ലാവരും എന്നെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അവരുടെയൊക്കെ മനസ്സുകളിലുള്ള ഒരു ഞാനുണ്ട്. യഥാർത്ഥത്തിൽ അവരൊക്കെയും മനസ്സിലാക്കിയ ഞാൻ തന്നെയാണോ യഥാർത്ഥത്തിലെ ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഇത് ശരിക്കും ഓരോ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്ത് എന്നത്
ഏറ്റവും കൂടുതൽ അറിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കുമാണ് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കും അറിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയുടെ വസ്ത്രം നന്നായി എന്നതുകൊണ്ട് ഒരാൾ ശരിക്കും നല്ല ആളായി മാറുന്നുണ്ടോ? സംസാരം നന്നായത് കൊണ്ടോ, അച്ചടക്കം പാലിച്ചത് കൊണ്ടോ, സാമ്പത്തിക ഇടപാട് നന്നാക്കിയത് കൊണ്ടോ, ആരാധനയിൽ നിഷ്ഠ പാലിച്ചത് കൊണ്ടോ ശരിക്കും ഒരാൾ നല്ല ആളായിട്ട് മാറുന്നുണ്ടോ? ഒരിക്കലും ഇതുകൊണ്ട് മാത്രം ഒരാൾ നല്ല ആളായി മാറുകയില്ല എന്നതാണല്ലോ സത്യം. മറിച്ച് ഒരാൾ നല്ല ആളാകണമെങ്കിൽ അവരുടെ ഹൃദയം നന്നാവുക എന്നത് ഏറ്റവും അനിവാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹാ വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹാ അല വഹിയൽ ഖൽബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അതെങ്ങാനും കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. എന്നിട്ട് അതേതാണ് അവയവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഹൃദയമാണ് എന്നാണ്. ഒരു വ്യക്തിയുടെ ഹൃദയം നന്നായാൽ ആ വ്യക്തിയുടെ സംസാരവും സംസ്കാരവും വസ്ത്രവിധാനവും മറ്റെല്ലാ മേഖലകളും വളരെ ചിട്ടയോടെയും ഇസ്ലാം പഠിപ്പിച്ച അതേ രീതിയിലും ആയിരിക്കും എന്നതാണ് സത്യം. എന്നാൽ ഒരാളുടെ മറ്റുള്ള ബാഹ്യമായ കാര്യങ്ങൾ നന്നായി എന്നതുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് അവർ ഉത്തമയായ ഒരു സ്ത്രീയാണ് എന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് ശരിക്കും ഉത്തമയായി മാറുന്നത് ഹൃദയം നന്നായി അതിൻ്റെ പ്രതിഫലനം എന്നോണം ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടതുമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുക. എന്നെക്കുറിച്ച് എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബങ്ങൾ, ഭർത്താവിൻ്റെ കുടുംബങ്ങൾ, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, ഞാൻ ആരോടൊക്കെയോ അഭിമുഖീകരിക്കുന്നുണ്ടോ അവരൊക്കെയും എന്നെക്കുറിച്ച് ഞാൻ വളരെ മാന്യയാണ് എന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ വസ്ത്രവിധാനവും മറ്റുമൊക്കെ ആ ഒരു മെസ്സേജാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ മനസ്സിലാക്കുന്നത് പോലെയാണോ ഞാൻ ഉള്ളത്? ഇരുട്ടിലും വെളിച്ചത്തിലും എനിക്ക് ഒരേ ഹൃദയമാണോ ഉള്ളത്? മറ്റുള്ളവർക്കിടയിലും തനിച്ചാകുമ്പോഴും എനിക്ക് ഒരേ ഹൃദയമാണോ ഉള്ളത്? ഭർത്താവിൻ്റെ മുമ്പിൽ, അതേപോലെ തന്നെ മാതാപിതാക്കളുടെ മുമ്പിൽ, മാനേജറുടെ മുമ്പിൽ, ഒറ്റക്കാകുമ്പോൾ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, കോളേജ് ക്യാമ്പസിലായിരിക്കുമ്പോൾ, ബസ്സിലായിരിക്കുമ്പോൾ, ബസ് സ്റ്റോപ്പിലായിരിക്കുമ്പോൾ, ട്രെയിനിലായിരിക്കുമ്പോൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്നെക്കുറിച്ച് എൻ്റെ ഭർത്താവ് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. എന്നെക്കുറിച്ച് എൻ്റെ മാതാവും എൻ്റെ പിതാവും വിലയിരുത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അവരൊക്കെയും മനസ്സിലാക്കിയതുപോലെ, അവരൊക്കെയും എന്നെക്കുറിച്ച് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണോ ഞാൻ? അതല്ല അവർക്ക് മുമ്പിലെ ഞാനും അവർ എന്നെ കാണുന്നില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിലെ ഞാനും വ്യത്യസ്തമാണോ എന്ന് ചിന്തിക്കാൻ പറ്റണം. ഭർത്താവ് ഗൾഫിൽ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു. ഭാര്യയാകട്ടെ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത, അതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു അന്യ പുരുഷനുമായി ബന്ധമുണ്ടെന്ന് വിചാരിക്കുക. ഫോൺ കോളിങ്ങിലൂടെയും ചാറ്റിങ്ങിലൂടെയും ബന്ധം കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. ശരിക്കും ആ സ്ത്രീ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തത്തെ തന്നെ വഞ്ചിച്ച് കളയുകയാണ്. ഇവിടെ ആ സ്ത്രീ മനസ്സിലാക്കണം, യഥാർത്ഥത്തിലുള്ള ഞാനും ഭർത്താവ് കാണുന്ന ഞാനും രണ്ടും ഒന്നല്ലല്ലോ. എൻ്റെ മാതാപിതാക്കൾ വിശ്വസിക്കുന്ന ഞാനും യഥാർത്ഥ ഞാനും ഒന്നല്ലല്ലോ എന്ന് തിരിച്ചറിയുവാൻ അവിടെ സാധിക്കുമെന്നതാണ്. ഒരിക്കലും ഒരു വ്യക്തിക്ക് ഭൗതികമായ നേട്ടങ്ങൾക്കു വേണ്ടി ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു മാർഗത്തിലൂടെ മനസ്സറിഞ്ഞു കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തി ബാഹ്യമായി നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രവിധാനം, സംസാരം, മറ്റുള്ളവരുമായുള്ള സാമ്പത്തിക ഇടപാട്, ആരാധനയിലുള്ള നിഷ്ഠ, ഇങ്ങനെയൊക്കെ പുലർത്തി എന്നതുകൊണ്ട് മാത്രം ഒരു സ്ത്രീയെ ഉത്തമയായി കാണാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം, ഭൗതികമായ നേട്ടങ്ങൾക്കു വേണ്ടി ഒരു പക്ഷേ ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാകാം. നമസ്കരിക്കുന്നില്ലെങ്കിൽ ഭർത്താവ് ദേഷ്യപ്പെടും, ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചേക്കും എന്ന ഭയപ്പാടുകൊണ്ട് നമസ്കരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകാം. വസ്ത്രവിധാനം നന്നാക്കിയില്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വസ്ത്രവിധാനം നന്നാക്കട്ടെ എന്ന ചിന്തയോടെ വസ്ത്രവിധാനം നന്നാക്കുന്നവരുണ്ടാകാം. മാതാപിതാക്കൾക്കു വേണ്ടി, സഹോദരങ്ങൾക്കു വേണ്ടി, കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കു വേണ്ടി, നാട്ടുകാരെ പേടിച്ചുകൊണ്ടൊക്കെ ജീവിതത്തിൽ നിഷ്ഠകൾ പുലർത്തുന്ന ആളുകൾ ഉണ്ടായേക്കാം. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിലുള്ള ഇത്തരം ബാഹ്യമായ കാര്യങ്ങൾ നന്നായി എന്നതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ ഉത്തമയായിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി ഹൃദയത്തെ നന്നാക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി ഹൃദയത്തെ നന്നാക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി ബാഹ്യമായ പ്രകടനങ്ങളെ നന്നാക്കാൻ സാധിച്ചേക്കും. എന്നാൽ ഹൃദയത്തിൽ നിന്ന് വരുന്നത് യഥാർത്ഥ ജീവിതമായിരിക്കും. ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് യഥാർത്ഥ നമ്മളായിരിക്കും. രഹസ്യത്തിലുള്ള നമ്മളായിരിക്കും ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ആ ഹൃദയത്തെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമ്മുടെ ഹൃദയം നന്നാവുന്നതിലൂടെ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉത്തമരായ സ്ത്രീയായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം എന്താ? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ ജീവിതത്തിൽ ആത്മാവിനെ നന്നാക്കുന്നത്, തീർച്ചയായും അത്തരം ആളുകൾ വിജയിച്ചിരിക്കുന്നു. അതിനെ മലീമസപ്പെടുത്തിയവരാരോ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ജീവിതത്തിൽ സംസാരം നന്നാക്കിയത് കൊണ്ട്, വസ്ത്രം നന്നാക്കിയത് കൊണ്ട്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നന്നാക്കിയത് കൊണ്ട്, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തത് കൊണ്ട് ഒരു വ്യക്തി നല്ലയാളാകുമെന്നോ വിജയിക്കുമെന്നോ ഖുർആൻ പറഞ്ഞില്ല. മറിച്ച് ജീവിതത്തിലെ ആത്മാവിനെ നന്നാക്കിയവരാരോ, സ്വന്തം ഹൃദയത്തെ ശുദ്ധീകരിച്ചവരാരോ അവരാണ് വിജയിച്ചവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചിന്തിക്കണം, വിജയിക്കുന്ന ആളുകളിൽ ഞാൻ ഉൾപ്പെടുമോ എന്നത്. ഇവിടെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന വിജയം ഏതെങ്കിലും ഭൗതികമായ പരീക്ഷയിലുള്ള വിജയമല്ലല്ലോ, മറിച്ചൊരു വ്യക്തിയുടെ ജീവിതത്തിലെ ആ വ്യക്തി ആത്യന്തികമായി രക്ഷപ്പെടേണ്ടുന്ന പരലോകത്തിലെ വിജയത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വിജയിക്കുവാൻ പറ്റും വിധത്തിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു വ്യക്തിയുടെ ഹൃദയം എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിന്റെ ഭാഗമാണ് ആ വ്യക്തിയുടെ മൊബൈൽ. ആ ഹൃദയത്തിന്റെ ഭാഗമാണ് ആ വ്യക്തി പേഴ്സണലായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ടാബ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഒക്കെ. ഒരാളുടെ മൊബൈലിൽ മ്ലേച്ഛകരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ഹൃദയം മ്ലേച്ഛമായവരാണ് എന്നാണ്. ഒരു വ്യക്തി പേഴ്സണലായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ ആകട്ടെ ടാബ് ആകട്ടെ, അതിലും ഈ പറഞ്ഞ പോലെ തെറ്റായ മ്ലേച്ഛമായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മ്ലേച്ഛതകൾ ഉണ്ട് എന്നതാണ്. എന്നാൽ മൊബൈലിലും കമ്പ്യൂട്ടറിലും നല്ല കാര്യങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഹൃദയം നന്നായി കൊള്ളണമെന്നില്ല. മ്ലേച്ഛ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹൃദയം മ്ലേച്ഛമായതിന്റെ അടയാളമാണ്. എന്നാൽ നല്ല കാര്യങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ആ വ്യക്തി നല്ല ഒരാളാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. യാഥാർത്ഥ്യം അള്ളാഹുവിനു മാത്രമേ അറിയുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും ഓരോ വ്യക്തികൾക്കും അറിയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, രഹസ്യത്തിലുള്ള ഞാനും പരസ്യത്തിലുള്ള ഞാനും ഒന്ന് തന്നെയാണോ?
ഒരേപോലെയാണോ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ എല്ലാവരും നമ്മെക്കുറിച്ച് നല്ല ഒരു സ്ത്രീ, നല്ല ഒരു പെൺകുട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ബാഹ്യമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രമാണത് പറയുന്നത്. അതിനെ ഒരാൾക്ക് സാധിക്കുകയുമുള്ളൂ. എന്നാൽ ആ ബാഹ്യമായി കാണുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കുന്ന ഞാൻ തന്നെയാണോ യഥാർത്ഥത്തിലെ ഞാൻ എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അള്ളാഹുവിനാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കുറിച്ച് അറിയാമെന്ന് മാത്രം. നമ്മൾ ആലോചിക്കേണ്ടത് ബാഹ്യമായ കാര്യങ്ങൾ നന്നാക്കി ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്നതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് ഖുർആൻ പറയുന്നില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നില്ല. മറിച്ച് നാളെയുടെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ചെയ്തികൾക്ക് മാർക്കിടുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടായിരിക്കും. കാരണം എന്താ? അവിടെയാണ് ഒറിജിനൽ നമ്മൾ ഉള്ളത്. ബാഹ്യമായി നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പലതും അഭിനയിച്ചു. ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് മുമ്പിലും മക്കളുടെ മുമ്പിലും ഭർത്താവിന്റെ മുമ്പിലും നമ്മൾ പല വേഷങ്ങളും കെട്ടിയിട്ടുണ്ടാവാം. എല്ലാവരെ കുറിച്ചുമല്ല, നമ്മൾ നമ്മളെ കുറിച്ചൊരു ആത്മവിചിന്തനം നടത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പല വേഷവും ഒരു പക്ഷേ അണിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഞാൻ മാതാപിതാക്കളുടെ മുമ്പിലാകുമ്പോഴും ഭർത്താവിന്റെ മുമ്പിലാകുമ്പോഴും അവരുടെ അസാന്നിധ്യത്തിലും ഞാൻ യഥാർത്ഥത്തിൽ അവരൊക്കെ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെയാണോ ഉള്ളത് എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റണം. നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ നന്നായി അഭിനയിച്ച് അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞു, പക്ഷേ നമ്മുടെ ഹൃദയം മോശമാണ് എങ്കിൽ, നമ്മുടെ ഹൃദയം തിന്മകൾ നിറക്കപ്പെട്ടതാണ് എങ്കിൽ നമ്മൾ പരലോകത്ത് വരുമ്പോൾ അവസ്ഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ഭാവങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കിയാൽ ഒറിജിനൽ നമ്മളെ തിരിച്ചറിയാൻ പറ്റും. ഒറിജിനൽ നമ്മളെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ഒരേ ബെഡിൽ കിടക്കുന്ന ഭാര്യക്കും ഭർത്താവിനും പരസ്പരം ഹൃദയത്തിലുള്ളത് അറിയാൻ പറ്റുന്നില്ല. ഭാര്യയുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എങ്ങാനും ഭർത്താവിന് അറിയുമായിരുന്നുവെങ്കിൽ, ഭർത്താവിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എങ്ങാനും ഭാര്യയ്ക്ക് അറിയുമായിരുന്നെങ്കിൽ, മാതാപിതാക്കളുടെ ഹൃദയത്തിലുള്ളത് മക്കൾക്കും മക്കളുടെ ഹൃദയത്തിലുള്ളത് മാതാപിതാക്കൾക്കും അറിയുമായിരുന്നെങ്കിൽ ഈ നാട്ടിൽ എന്തെല്ലാം കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിത്തീരും. അപ്പോൾ അതറിയാൻ പറ്റുന്നില്ല എന്നത് ഒരു നിലക്ക് വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ ഈ അനുഗ്രഹത്തോട് ദുനിയാവിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുന്നുണ്ടായേക്കും. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. റബ്ബിന്റെ കോടതിയിൽ യഥാർത്ഥ നമ്മളെ പുറത്തു കൊണ്ടുവരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളോ നിങ്ങളുടെ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടോ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ്. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും എത്രത്തോളം അള്ളാഹുവെ നിന്റെ തൃപ്തിക്കു വേണ്ടി എന്ന ചിന്ത നമുക്കുണ്ടാകുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടാകും, ഇൻഷാ അല്ലാ എന്നും മാഷാ അല്ലാ എന്നും ഒക്കെ നമ്മൾ പറയുന്നുണ്ടാകും. ഇത്തരം അറബി പ്രയോഗങ്ങൾ ഒരു മുസ്ലിമിന്റെ ചുണ്ടിൽ നിന്ന് വരേണ്ടതായ മതത്തിന്റെ ഷിആറുകളിൽപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടാവാം, നമ്മൾ ഉച്ചരിക്കുന്നുണ്ടാവാം. എന്നാൽ യഥാർത്ഥത്തിൽ അതൊക്കെ മനസ്സിൽ തട്ടിയാണോ പറയുന്നത്? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാചകങ്ങളാണോ? ഭർത്താവിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു, മറ്റുള്ളവരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു, ഇസ്ലാമിക വസ്ത്രവിധാനം ധരിച്ചിരിക്കുന്നു. ഇതൊക്കെ റബ്ബേ നിന്റെ തൃപ്തിക്കു വേണ്ടി എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണോ ഇത്തരം കർമ്മങ്ങളൊക്കെയും ചെയ്യുന്നത്? അതല്ല, അതൊക്കെയും ഒരു പുകമറയായി സ്വീകരിച്ച് അതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടി ആരുമറിയാതെ
ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന തെറ്റിദ്ധാരണയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ജീവിത ശൈലി നമുക്കുണ്ടോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്തണം. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ നോക്കേണ്ടതിന്റെ ആവശ്യമില്ല. നമ്മൾ നമ്മളെ മനസ്സിലാക്കുവാനും നമ്മളുടെ യാഥാർത്ഥ്യങ്ങളെ ചിന്തിക്കുവാനുമാണ് കൂടുതൽ സമയം കണ്ടെത്തേണ്ടത്. ഇതിനർത്ഥം മറ്റൊരാളെ നമ്മൾ പരിശോധിക്കേണ്ടതില്ല എന്നല്ല. ഭർത്താവ് ഭാര്യയാണെങ്കിലും ഭാര്യ ഭർത്താവിനെയാണെങ്കിലും മാതാപിതാക്കൾ മക്കളെയാണെങ്കിലും മക്കൾ മാതാപിതാക്കളെയാണെങ്കിലും ഒക്കെ ഇത്തരം മേഖലകളിൽ ശ്രദ്ധിക്കേണ്ട തലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പരിധി വരെ ശ്രദ്ധിക്കേണ്ടി വരും. എന്നാൽ ഇത് മറ്റുള്ളവർ നമ്മളെ പരിശോധിക്കേണ്ട കാര്യമല്ല. കാരണം ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. എൻ്റെ ജീവിതം നാളെ പരലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതിന് അവരൊക്കെയും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് യഥാർത്ഥത്തിലുള്ള ഞാൻ ശരിയായെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾക്ക് മാർക്കിടുമ്പോൾ എത്ര മാർക്ക് നമുക്ക് കിട്ടും എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കാണല്ലോ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുക. എത്ര പെൺകുട്ടികളുണ്ട്, അവർ സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും കൃത്യമായ വിശ്വാസം പിടിച്ചു പറ്റിയവരാണ്. ഉമ്മയും ഉപ്പയും അവരെ കുറിച്ച് നല്ല ധാരണയുള്ളവരായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു സംഭവം. ഒരു സ്ഥലത്ത് ഒരു പിതാവും മാതാവും തങ്ങളുടെ മകളെ കുറിച്ച് നല്ല ഉള്ളവരായിരുന്നു. കാരണം മോള് ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഹാഫിളത്താണ്. അവൾ കൃത്യമായി ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും മറ്റും പഠിക്കാൻ വേണ്ടി പോകുന്നത്. പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സലാം പറയുന്നു, തിരിച്ചു വരുമ്പോൾ സലാം പറയുന്നു. ഇസ്ലാമിക മര്യാദയോടുകൂടെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു പെൺകുട്ടി ഇങ്ങനെ ജീവിക്കുമ്പോൾ മാതാവിനും പിതാവിനും വല്ലാത്ത സന്തോഷം. ഒരു ദിവസം ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും പഠനത്തിനു വേണ്ടി പുറത്തിറങ്ങിപ്പോയി. പിന്നീട് സാധാരണ വീട്ടിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴും ഈ പെൺകുട്ടിയെ തിരിച്ചു കാണുന്നില്ല. പിന്നീട് ഗൾഫിൽ ഷാർജയിൽ നിന്ന് ഈ മകളുടെ കോള് പിതാവിന് വരികയാണ്. പിതാവേ, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളുമായി ഞാൻ ഗൾഫിലേക്ക് പോന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങളെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്നാണ്. ഞാൻ പറയുന്നത്, ആ പെൺകുട്ടി അത്രയും നാൾ സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ എത്ര നല്ലൊരു മോളായിട്ടാണ് അഭിനയിച്ചു ജീവിച്ചത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി രഹസ്യ ജീവിതത്തിലുള്ളതും പരസ്യ ജീവിതത്തിൽ കാണുന്നതും ഒരേപോലെയാണോ? ഒരിക്കലുമല്ല. രഹസ്യ ജീവിതത്തിലെ അവളെയായിരിക്കും അള്ളാഹു വിചാരണ ചെയ്യുക. അവൾ ഇഷ്ടപ്പെട്ട ആ ഒരു യുവാവിന്റെ കൂടെ അവൾ പങ്കിട്ട സമയങ്ങളെ, അവൾ സംസാരിച്ചു തീർത്ത സമയങ്ങളെ, അവൾ ഉച്ചരിച്ച ഓരോ വാക്കുകളെ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്തൊന്ന് ഉച്ചരിക്കുന്നുണ്ടോ അത് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്താതെ ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാണിംഗ് നൽകി. പക്ഷേ ആ പെൺകുട്ടി ബാഹ്യമായി കുടുംബത്തിലും കൂട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും നല്ല ഒരു പെൺകുട്ടിയായി ജീവിച്ചു. പ്രഥമ ദൃഷ്ടിയിൽ അവൾ അങ്ങനെയായിരുന്നു. പക്ഷേ അവൾ രഹസ്യത്തിൽ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്നവളായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, രഹസ്യത്തിലെ അവളെയായിരിക്കും അള്ളാഹു വിചാരണ ചെയ്യുക. പരസ്യത്തിൽ അവൾ കാണിച്ചതൊക്കെയും കാപഢ്യമാണ് എന്നത് നമുക്ക് മനസ്സിലാകാൻ വൈകി. പക്ഷേ അള്ളാഹുവിന് അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. നാട്ടുകാരും കുടുംബങ്ങളും നമ്മൾ ഉത്തമരാണ് എന്ന് നമ്മളെ കുറിച്ച് വിലയിരുത്തിയത് കൊണ്ട് മാത്രം നമുക്ക് ഉത്തമരായി മാറാൻ കഴിയുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിലുള്ള നമ്മൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനും തിരുത്തേണ്ടത് തിരുത്തുവാനും
നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ശരിക്കും ഒരു വ്യക്തിയുടെ ഹൃദയം നന്നാവുക എന്ന് പറയുന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നതാണ്. ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നാണ് ഹൃദയത്തെ ആദ്യം ശുദ്ധീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് നബുവത്ത് കിട്ടിയ ശേഷം അനുയായികളെ വിളിച്ചിട്ട് ആദ്യമേ അവരോട് പറഞ്ഞത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നതിലൂടെയാണ് ഹൃദയം ഏറ്റവും വൃത്തികെട്ട കാര്യത്തിൽ നിന്ന് ശുദ്ധമായി തീരുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നമൽ മുശ്രികൂന നജ്സുൻ, തീർച്ചയായും ബഹുദൈവ വിശ്വാസികൾ ബഹുദൈവ വിശ്വാസമാകുന്ന നജസ്സുമായിട്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നജസ്സിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം സ്വീകരിച്ചുകൊണ്ടാണ്. അഥവാ തൻ്റെ ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചു തരാൻ കഴിയുന്നവൻ ഏകനായ അള്ളാഹു മാത്രമാണ് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം. ജീവിതത്തിൽ എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ എൻ്റെ റബ്ബിനോടായിരിക്കും പറയുക എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം, അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. മറ്റൊന്ന്, ജീവിതത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മകളിലൂടെ മുന്നോട്ട് പോകുവാനും സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന ഓർമ്മയിലൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പടച്ച റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നമ്മൾ ചിന്തിക്കണം, ആളുകൾക്ക് മുമ്പിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണോ ഒറിജിനൽ ആയിട്ടുള്ള ഞാൻ. ഇത് ചിന്തിച്ച് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട രൂപത്തിൽ ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതില്ല എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ തീർച്ചയായും നമ്മൾ പിടിക്കപ്പെടും. തീർച്ചയായും നമ്മൾ പിടിക്കപ്പെടും. ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അവിടുന്ന് നമ്മൾ പിടിക്കപ്പെട്ടാൽ അത് വലിയ നഷ്ടവും വലിയ ഖേദത്തിന്റെയും അവസരമായിരിക്കും നമുക്കുണ്ടാവും തരിക. നമ്മളത് ഓർത്താൽ മതി. നമ്മൾ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മുമ്പിൽ മാന്യതയുള്ളവളായി ജീവിച്ചു, എന്നിട്ട് നമ്മൾ അങ്ങനെ മരണപ്പെട്ടു. നാളെ കോടതിയിലെത്തുമ്പോൾ, അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച്, ഭർത്താവിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച്, നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി നമ്മളെ വിചാരണ ചെയ്ത് നമ്മൾ അവർക്ക് മുമ്പിൽ കാണിച്ചിട്ടുള്ള നാട്യങ്ങളെയും ഒറിജിനൽ നമ്മളെയും പുറത്തു കാണിക്കുന്ന ദിവസം എന്നാണ് പരലോകത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത്. യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ് പരലോകം എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയാണ്. ഞാൻ രഹസ്യ ജീവിതത്തിൽ ഉത്തമയായി മാറിയിട്ടുണ്ടോ എങ്കിൽ മാത്രമേ എനിക്ക് ഒറിജിനൽ ഉത്തമ എന്നുള്ള ആ ഒരു സ്ഥാനം വഹിക്കാൻ ഞാൻ അർഹതയുള്ളവളായി മാറുന്നുള്ളൂ. അതല്ല, ആളുകൾക്ക് മുമ്പിൽ മാത്രം ഞാൻ നല്ലവളായിട്ടുണ്ടോ അതുകൊണ്ട് മാത്രം പ്രത്യേകിച്ചു പ്രയോജനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചത് എന്താ? ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് പതിസ്ഥാനത്തിരുന്ന് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ ചെയ്തികളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ ഇന്നലകളിൽ ഞാൻ എങ്ങനെയായിരുന്നു? എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബങ്ങളും എന്നെ കുറിച്ച് വിചാരിക്കുന്നത് പോലെ തന്നെയാണോ യഥാർത്ഥത്തിൽ ഞാൻ? ഇപ്പോ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ 100-300ഓളം ആളുകൾ. ഈ ആളുകളിൽ പലരും പരസ്പരം അറിയുന്നവരായിരിക്കും. എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂട്ടുകാരികൾ എന്നെ കുറിച്ച് വിലയിരുത്തുന്നത് പോലെ തന്നെയാണോ ഒറിജിനൽ ഞാൻ? ഞാൻ ഒറിജിനൽ ആയിട്ടും ശരിയായിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ പിടിക്കപ്പെടും. നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഓരോ നമസ്കാരത്തിനും പറയുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ നഖ്നി മിനൽ ഖതായ
കമാ യുനഖ്ഖ ثوബുൽ അബിയദു മിനദ് ദനസ്. അല്ലാഹുവേ, വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത് പോലെ എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ നീ ശുദ്ധീകരിക്കണമേ എന്ന്. ആ പ്രാർത്ഥന നമ്മൾ മനസ്സറിഞ്ഞാണ് ചൊല്ലുന്നത് എങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒറിജിനൽ നമ്മളും പുറമെ കാണുന്ന നമ്മളും രണ്ടും രണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബാഹ്യമായി നല്ല ഒരാളായി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ ഇത്തരം നന്മകളെ സ്വാംശീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. തുടർന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ, എന്റെ പാപങ്ങളെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത് പോലെ നീ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇത്തരം കാപഢ്യത്തിന്റെ ഹൃദയം നമുക്കില്ലാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോൾ തേടിയെത്തുമെന്ന് പറയാനാവാത്ത മരണം നമ്മളെ പിടികൂടും മുമ്പ് നമ്മൾ മരണത്തിന്റെ ശേഷം രക്ഷപ്പെടാൻ ആവശ്യമായ വിശ്വാസ കർമ്മ കാര്യങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ സന്നദ്ധരാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യ പരസ്യ ജീവിതങ്ങളെ നന്നാക്കി ജീവിതത്തിന്റെ രാത്രിയിലും പകലിലും ഒരേ വ്യക്തിത്വമുള്ള ആളായി ജീവിച്ച് യഥാർത്ഥത്തിൽ മുത്തഖിയായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായി ജീവിക്കുവാനും അതിലൂടെ റബ്ബിന്റെ സ്വർഗം നേടാനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വരാനിരിക്കുന്ന റമദാൻ നമുക്കതിനുള്ള നല്ലൊരു അവസരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തരുമാറാകട്ടെ. എന്നാൽ റമദാൻ വരെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. സംഭവിച്ച പാപങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റബ്ബിലേക്ക് നമ്മൾ തൗബ ചെയ്തു മടങ്ങുക. ഇന്ന് തന്നെ നമ്മൾ തൗബ ചെയ്തു മടങ്ങുക. റബ്ബേ, എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഭർത്താവ് അറിയാതെ, മക്കൾ അറിയാതെ, കുടുംബങ്ങൾ അറിയാതെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നീ കണ്ടിട്ടുണ്ടല്ലോ റബ്ബേ, നീ അറിഞ്ഞിട്ടുണ്ടല്ലോ, നീ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നാളെ നിന്റെ കോടതിയിൽ നീ എന്നോട് അതിനെ കുറിച്ച് ചോദിക്കുമല്ലോ. റബ്ബേ, പറ്റിപ്പോയതാണ്, പൊറുക്കണേ നാഥ എന്ന് മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും ഇവിടുന്ന് അങ്ങോട്ട് രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നന്നാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അത്തരം വിജയത്തിലേക്കുള്ള ഒരു കവാടമായി ഈ ഒരു ക്ലാസ് മാറുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഈ ക്ലാസ് മാത്രമല്ല, ഇനിയും ഈ ഒരു കൂട്ടായ്മയുടെ കീഴിൽ നടക്കാനിരിക്കുന്ന ക്ലാസ്സും കഴിഞ്ഞുപോയ ക്ലാസ്സുകളൊക്കെ ഇത്തരം നന്മയിലൂടെയുള്ള നമ്മുടെ സഞ്ചാരത്തിന് പ്രകാശം പരത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മരിക്കുന്നത് വരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.